നമസ്കാരം, സ്വാഗതം. ഒരു നിമിഷം ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ലണ്ടനിലെ ഒരു തെരുവ്. ആയിരക്കണക്കിന് ആളുകൾക്ക് നടുവിൽ കൈകളും തലയും ഒരു മരച്ചട്ടക്കൂടിൽ ബന്ധിച്ച് ഒരാളെ നിർത്തിയിരിക്കുന്നു. സാധാരണയായി ആളുകൾ അയാളുടെ നേരെ ചീഞ്ഞ പച്ചക്കറികളൊക്കെ എറിയണം, കൂക്കി വിളിക്കണം. അതെ, പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ്. ആളുകൾ അയാൾക്ക് വേണ്ടി ആർപ്പു വിളിക്കുന്നു, പൂക്കളെറിയുന്നു. അയാളെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഒരു നായകനായി വാഴ്ത്തുകയാണ്. ഈ നിൽക്കുന്നയാൾ ഒരു കുറ്റവാളിയാണ്, എഴുത്തുകാരനാണ്, വ്യാപാരിയാണ്, അതിലെല്ലാം ഉപരി ഒരു ചാരനുമാണ്. പിന്നീട് തന്റെ 60-ാം വയസ്സിൽ ലോകം ഇന്നുവരെ കണ്ട ഏറ്റവും പ്രശസ്തമായ അതിജീവനത്തിന്റെ കഥ എഴുതാൻ പോകുന്നതും ഇതേ മനുഷ്യനാണ്. അതെ, ഡാനിയൽ ഡിഫോ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കഥാപാത്രമില്ലേ, റോബിൻസൺ ക്രൂസോ. ക്രൂസോ ഒരു ദ്വീപിലാണ് ഒറ്റപ്പെട്ടു പോയതെങ്കിൽ ഡിഫോ പലപ്പോഴും ഒറ്റപ്പെട്ടത് സ്വന്തം ജീവിതത്തിലായിരുന്നു. കടക്കാരിൽ നിന്ന്, നിയമത്തിൽ നിന്ന്, പിന്നെ രാഷ്ട്രീയ ശത്രുക്കളിൽ നിന്ന്. ജീവിതമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന പുസ്തകത്തേക്കാൾ വലിയ ഒരു ത്രില്ലർ. തീർച്ചയായും. നമ്മൾ ഇന്ന് റോബിൻസൺ ക്രൂസോ എന്ന പുസ്തകത്തിന്റെ പിന്നിലെ കഥയും അതിലും വിചിത്രമായ അതിന്റെ സ്രഷ്ടാവായ ഡാനിയൽ ഡിഫോയുടെ ജീവിതവുമാണ് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. അതെ, ഒരു ചാരനിൽ നിന്ന് ലോകസാഹിത്യത്തിലെ ഒരു അധികായനായി മാറിയ ആ യാത്ര. നമുക്ക് തുടങ്ങാം. അപ്പോ ആരായിരുന്നു ഈ ഡാനിയൽ ഡിഫോ? നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? അതെ, 1660 ലണ്ടനിലാണ് ജനനം. ഒരു മെഴുകുതിരി കച്ചവടക്കാരന്റെ മകനായിട്ട്. അക്കാലത്തെ മതപരവും സാമൂഹികവുമായ വേർതിരിവുകൾ കാരണം ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ ഒന്നും പഠിക്കാൻ പറ്റിയില്ല. ശരിയാണ്. ഒരു പുരോഹിതനാകാനാണ് അദ്ദേഹത്തെ വീട്ടുകാർ പഠിക്കാനയച്ചത്. പക്ഷേ തുടക്കം മുതലേ ഡിഫോയുടെ വഴി അതായിരുന്നില്ല. തലയിൽ മുഴുവൻ ബിസിനസ്സും രാഷ്ട്രീയവുമായിരുന്നു, അല്ലേ? അതെ, സാഹസികമായ എന്തും പരീക്ഷിക്കാൻ ഒരു മടിയുമില്ലാത്ത പ്രകൃതം. പല ബിസിനസ്സുകളിലും അദ്ദേഹം പണം മുടക്കി. അതിൽ മിക്കതും വൻ പരാജയങ്ങളായിരുന്നു. അതെ. അതിലൊരു ബിസിനസ് ഞാൻ കേട്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. പെർഫ്യൂം ഉണ്ടാക്കാനായി വെരുകിനെ, അതായത് സിവിറ്റ് കാറ്റിനെ വളർത്തുന്നൊരു ഫാം തുടങ്ങാൻ ശ്രമിച്ചുവെന്ന്. അതെ, ഇന്നത്തെ കാലത്ത് അതൊന്ന് ആലോചിച്ചു നോക്കൂ. ശരിക്കും. വെരുകിന്റെ ഗ്രന്ഥിയിൽ നിന്നുള്ള സ്രവം അക്കാലത്ത് വില കൂടിയ സുഗന്ധദ്രവ്യങ്ങളിലെ ഒരു പ്രധാന ഘടകമായിരുന്നു. പക്ഷെ ആ ബിസിനസ് പൊളിഞ്ഞു പാളീസായി. ഇത് ഡിഫോയുടെ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. എന്ത്? വലിയ സ്വപ്നങ്ങൾ കാണും, പക്ഷേ പ്രായോഗികമായി അത് പലപ്പോഴും നടക്കില്ല. ശരിയാണ്. ഒടുവിൽ അദ്ദേഹം വലിയ കടക്കെണിയിലായി. പക്ഷെ അവിടെയും തളർന്നില്ല. അദ്ദേഹം തന്റെ ഏറ്റവും വലിയ ആയുധം പുറത്തെടുത്തു: പേന. അതെ, ഇവിടെയാണ് കഥ ശരിക്കും മാറുന്നത്. ഒരു പരാജയപ്പെട്ട ബിസിനസ്സുകാരനിൽ നിന്ന് ഡിഫോ ഒരു തീപ്പൊരി രാഷ്ട്രീയ ലേഖകനായി മാറുകയാണ്. പ്രധാന ശൈലി. ഭരണകൂടത്തെയും സഭയെയും നിർത്തിപ്പൊരിച്ചു എന്നൊക്കെ പറയാം. അതിന്റെ ക്ലൈമാക്സ് ആയിരുന്നു 1702 അദ്ദേഹം എഴുതിയ ദ ഷോർട്ടസ്റ്റ് വേ വിത്ത് ഡിസെന്റേഴ്സ് എന്ന ലഘുലേഖ. അന്നത്തെ യാഥാസ്ഥിതികരായ ഹൈ ചർച്ച് ടോറി പക്ഷത്തെ കളിയാക്കിക്കൊണ്ടായിരുന്നു അതെഴുതിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആക്ഷേപഹാസ്യം അല്പം കടന്നുപോയി. അതെങ്ങനെ? ടോറികൾ പറയുന്നതുപോലെ തോണിപ്പിക്കുന്ന രീതിയിൽ എഴുതിയതുകൊണ്ട് പലരും അത് ശരിക്കും അവരുടെ ആശയമാണെന്ന് തെറ്റിദ്ധരിച്ചു. സത്യം പുറത്തു വന്നപ്പോൾ ടോറികൾ ശരിക്കും അപമാനിതരായി. അതിന്റെ ഫലമായിരുന്നു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ അറസ്റ്റും ശിക്ഷയും. അതെ, രാജ്യദ്രോഹ കുറ്റം ചുമത്തി പിഴയിട്ടു. പിന്നെ ആ മരച്ചട്ടക്കൂടിൽ പില്ലോരിയിൽ പരസ്യമായി നിർത്തി. ന്യൂഡേറ്റ് ജയിലിലേക്കും അയച്ചു. പക്ഷേ ആ ശിക്ഷ അദ്ദേഹത്തിനൊരു ഹീറോ പരിവേഷമാണ് നൽകിയത്. ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുണച്ചു. എങ്കിലും ജയിലിലെ ജീവിതം ദുസ്സഹമായിരുന്നു. അവിടെ നിന്നാണ് ഡിഫോയുടെ ജീവിതത്തിലെ അടുത്ത വഴിതിരിവ്. അതെന്തായിരുന്നു? ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ അദ്ദേഹം അന്നത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാവായ റോബർട്ട് ഹാർലിയുമായി ഒരു രഹസ്യ കരാറുണ്ടാക്കി. അതായത് ഒരു കുറ്റവാളിയിൽ നിന്ന് സർക്കാരിന്റെ രഹസ്യ ഏജന്റായി മാറുന്നു. സിനിമയെ വെല്ലുന്നൊരു ട്വിസ്റ്റ്. കൃത്യമായി പറഞ്ഞാൽ അതാണ് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ പുതിയ ജോലി ഒരു സ്പൈ അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗാൻഡിസ്റ്റ് ആയിരുന്നു. എന്തായിരുന്നു ജോലി? ഒരു പത്രപ്രവർത്തകന്റെ വേഷത്തിൽ നാടുനീളെ സഞ്ചരിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സർക്കാരിനെ അറിയിക്കുക. പിന്നെ ആവശ്യമെങ്കിൽ സർക്കാരിനനുകൂലമായ വാർത്തകൾ പ്രചരിപ്പിക്കുക. സത്യവും ഭാവനയും കൂട്ടിക്കലർത്തി ആളുകളെക്കൊണ്ടൊരു കാര്യം വിശ്വസിപ്പിക്കുക. അതെ, ഈ കഴിവ് നിങ്ങൾ ഓർത്തുവെക്കണം. കാരണം ഇതേ തന്ത്രമാണ് അദ്ദേഹം പിന്നീട് നോവൽ എഴുതത്തിലും ഉപയോഗിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. അതായത് സർക്കാരിനു വേണ്ടി ജനങ്ങളെ സ്വാധീനിക്കാൻ കഥകൾ മെനഞ്ഞ അതേ കഴിവാണ് തന്റെ നോവൽ ഒരു യഥാർത്ഥ കഥയാണെന്ന് വായനക്കാരെ വിശ്വസിപ്പിക്കാനും അദ്ദേഹം ഉപയോഗിച്ചത്.
ഡിഫോയെ സംബന്ധിച്ചിടത്തോളം എഴുത്ത് എന്നത് ഒരു കല മാത്രമല്ല, അതൊരു ഓപ്പറേഷൻ കൂടിയായിരുന്നു. യാഥാർത്ഥ്യത്തിന്റെ ഒരു നേർത്ത പാളി ഭാവനയ്ക്ക് മുകളിൽ നൽകി അതിനെ വിശ്വസനീയമാക്കുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. അതെ, ഈ ചാരവൃത്തിയുടെ കാലഘട്ടം അദ്ദേഹത്തിന് പലതരം മനുഷ്യരെ കാണാനും അവരുടെ ജീവിതം പഠിക്കാനും അവസരം നൽകി. ഈ അനുഭവങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിന്റെ എഴുത്തിന് വളമായത്. അപ്പോ 60-ാം വയസ്സിലെത്തിയ കടക്കണിയിൽപ്പെട്ട ഒരു മുൻ ചാരനായിരുന്ന ഈ മനുഷ്യൻ എങ്ങനെയാണ് ലോകം മുഴുവൻ അറിയുന്ന ഒരു നോവലിസ്റ്റാകുന്നത്? 1719 റോബിൻസൺ ക്രൂസോ പുറത്തിറങ്ങുന്നത്. അതും വളരെ രസകരമായ ഒരു സാഹചര്യത്തിലാണല്ലോ. അതെ, അക്കാലത്ത് അലക്സാണ്ടർ സെൽക്കിർക്ക് എന്നൊരു സ്കോട്ടിഷ് നാവികൻ 4 വർഷത്തോളം ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടുപോയതിന്റെ യഥാർത്ഥ കഥ വലിയ വാർത്തയായിരുന്നു. ഡിഫോ ഈ വാർത്തയിൽ നിന്ന് ഒരു ഐഡിയ എടുത്തു. അപ്പോൾ ചിലർ പറയുന്നത് പോലെ ക്രൂസോയുടെ കഥ യഥാർത്ഥത്തിൽ അലക്സാണ്ടർ സെൽക്കിർക്കിന്റെ കോപ്പി അടിച്ചതാണോന്ന് അല്ലേ? അതെ അതെ, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, കോപ്പിയടി എന്ന് പറയുന്നത് ശരിയാവില്ല. കാരണം സെൽക്കിർക്കിന്റെ അനുഭവം ഒരു പത്രവാർത്ത മാത്രമായിരുന്നു. അതിലെ നാടകീയതയോ ആഴത്തിലുള്ള ചിന്തകളോ ഒന്നുമില്ലായിരുന്നു. ആ ശരി. അതിൽ നിന്നൊരു വലിയ ആശയം, അതായത് മനുഷ്യന്റെ അതിജീവനത്തിന്റെയും യുക്തിയുടെയും വിശ്വാസത്തിന്റെയും നാഗരികത കെട്ടിപ്പടുത്തുന്നതിന്റെയും ഒക്കെ കഥയുണ്ടാക്കിയെന്നതാണ് ഡിഫോയുടെ പ്രതിഭ. അദ്ദേഹം ഒരു വാർത്തയെ സാഹിത്യമാക്കി മാറ്റി. അതെ, പിന്നെ ആ പുസ്തകം അദ്ദേഹം അവതരിപ്പിച്ച രീതി, അതാണല്ലോ ഏറ്റവും പ്രധാനം. തീർച്ചയായും. അതെ, അദ്ദേഹം അതൊരു നോവലായിട്ടല്ല പുറത്തിറക്കിയത്. ക്രൂസോ തന്നെ എഴുതിയ ആത്മകഥ എന്ന രൂപത്തിലായിരുന്നു അവതരണം. തന്റെ ചാരവൃത്തിയുടെ കാലത്തെ അതേ തന്ത്രം. അതെ, വളരെ വിശദമായ വിശ്വസനീയമായ വിവരണങ്ങൾ. തകർന്ന കപ്പലിൽ നിന്ന് സാധനങ്ങൾ ശേഖരിക്കുന്നത്, വീടുണ്ടാക്കുന്നത്, കൃഷി ചെയ്യുന്നത്, മൃഗങ്ങളെ വളർത്തുന്നത്. ഒരു ദിവസം പോലും തെറ്റാതെ കലണ്ടർ ഉണ്ടാക്കി സമയം രേഖപ്പെടുത്തുന്നതുവരെ. അതെ, ഇതെല്ലാം വായിക്കുമ്പോൾ ഇതൊരു യഥാർത്ഥ അനുഭവമാണെന്ന് ആർക്കും തോന്നിപ്പോകും. ക്രൂസോ ആ ദ്വീപിൽ വെറുതെ അതിജീവിക്കുകയല്ല, മറിച്ച് അവിടെ ഒരു പുതിയ ലോകം, ഒരു ചെറിയ ഇംഗ്ലണ്ട് തന്നെ ഉണ്ടാക്കുകയാണ്. അയാൾ പ്രകൃതിയെ കീഴടക്കുന്നു, അതിനെ തന്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഒരു പുതിയ സാമ്രാജ്യത്തിന്റെ അധിപനെപ്പോലെ. അതെ, ആ സാമ്രാജ്യത്തിൽ അയാൾ ഒറ്റയ്ക്കായിരുന്നു വർഷങ്ങളോളം. ആ ഏകാന്തതയാണ് കഥയുടെ കാതൽ. എന്നാൽ ഒരു ദിവസം ആ ലോകം പൂർണ്ണമാകുന്നത് മറ്റൊരാൾ കൂടി വരുമ്പോഴാണ്, ഫ്രൈഡേയുടെ വരവ്. അതെ, ക്രൂസോയും ഫ്രൈഡേയും തമ്മിലുള്ള ബന്ധം ആ പുസ്തകത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും വിവാദപരവുമായ ഭാഗമാണ്. ക്രൂസോ ഫ്രൈഡേയെ നരഭോജികളിൽ നിന്ന് രക്ഷിക്കുന്നു, പക്ഷെ അവനെ ഒരു തുല്യനായി കാണുന്നില്ല. ഇല്ല, അവന് ഫ്രൈഡേ എന്ന് പേരു നൽകുന്നു, അവനെ യജമാനൻ എന്ന് വിളിപ്പിക്കുന്നു, അവന്റെ ഭാഷയും മതവും മാറ്റി അവനെ നാഗരികത പഠിപ്പിക്കുന്നു. ഇന്നത്തെ കാഴ്ചപ്പാടിൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും തോന്നും. തീർച്ചയായും. പക്ഷേ 18-ാം നൂറ്റാണ്ടിലെ കൊളോണിയൽ ചിന്താഗതി എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ബന്ധം നമ്മളെ സഹായിക്കും. കൃത്യമാണ്. ആ കാലഘട്ടത്തിന്റെ ഒരു നേർക്കാഴ്ചയായി ഇതിനെ കാണുന്നതാണ് പ്രധാനം. യൂറോപ്യൻ സംസ്കാരമാണ് ശ്രേഷ്ഠമെന്നും മറ്റുള്ളവരെല്ലാം പരിഷ്കരിക്കപ്പെടേണ്ട ഡിക്കാർ, അതായത് സാവേജസ് ആണെന്നുള്ള അന്നത്തെ ധാരണയുടെ ഒരു സാഹിത്യരൂപമായിരുന്നു അത്. അതുകൊണ്ടുതന്നെ റോബിൻസൺ ക്രൂസോയെ പലരും കൊളോണിയലിസത്തിന്റെ ബൈബിൾ എന്ന് പോലും വിശേഷിപ്പിക്കാറുണ്ട്. അതെ, ഈ പുസ്തകത്തിന്റെ വിജയം അവിശ്വസനീയമായിരുന്നു. അതൊരു പുതിയ സാഹിത്യശാഖയ്ക്ക് തന്നെ തുടക്കമിട്ടു. റോബിൻസൊണേഡ്, അതായത് ഒറ്റപ്പെട്ട ഒരിടത്ത് അകപ്പെട്ടു പോകുന്ന ഒരാൾ അതിജീവിക്കുന്ന കഥകൾ. ആ ഒരു മാതൃക ഇന്നും ലോകമെമ്പാടും ആളുകളെ ആകർഷിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. നിങ്ങൾ നോക്കൂ, ടോം ഹാങ്സിന്റെ കാസ്റ്റവേ എന്ന സിനിമ. അതെ. പിന്നെ മാറ്റ് ഡാമിന്റെ ദ മാർഷ്യൻ. അതും ശരിയാണ്. ഇവയെല്ലാം ആധുനിക റോബിൻസൊണേഡുകളാണ്. ചൊവ്വയിലായാലും ഒരു ദ്വീപിലായാലും അടിസ്ഥാന ആശയം ഒന്നുതന്നെ: ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ട ഒരിടം അതിജീവിക്കുന്നതിനുള്ള പോരാട്ടം. ആ ആശയം 300 വർഷം മുൻപ് ഡിഫോ സൃഷ്ടിച്ചതാണ്. അതിന്റെ സ്വാധീനം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇല്ല. ഞാൻ ഈ പുസ്തകത്തിന്റെ ഒറിജിനൽ ടൈറ്റിൽ കണ്ടപ്പോൾ ശരിക്കും ചിരിച്ചുപോയി. അതൊരു തലക്കെട്ടല്ല, കഥയുടെ ഒരു സമ്മറി തന്നെയാണ്. അതെ, വളരെ നീണ്ട ഒന്നാണത്. ദ ലൈഫ് ആൻഡ് സ്ട്രേഞ്ച് സർപ്രൈസിംഗ് അഡ്വെഞ്ചേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോ ഓഫ് യോർക്ക് മാരിനർ എന്നിങ്ങനെ പോയി അവസാനം ആസ് സ്ട്രേഞ്ച്ലി ഡെലിവേർഡ് ബൈ പൈററ്റ്സ് വരെ. ശ്വാസം മുട്ടിപ്പോ. അന്നത്തെ കാലത്ത് അതൊരു രീതിയായിരുന്നു. ഇന്നത്തെ സിനിമകളുടെ ട്രെയിലർ പോലെ.
പുസ്തകത്തിൽ എന്തൊക്കെയുണ്ടെന്ന് മുൻകൂട്ടി പറഞ്ഞ് വായനക്കാരെ ആകർഷിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം. ഡിഫോ ഒരു എഴുത്തുകാരൻ മാത്രമല്ല, ഒരു മികച്ച കച്ചവടക്കാരൻ കൂടിയായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അതെ, ക്രൂസോയുടെ വിജയത്തിനു ശേഷം അദ്ദേഹം വെറുതെ ഇരുന്നില്ല. ഒരു എഴുത്ത് യന്ത്രം പോലെയായിരുന്നു അദ്ദേഹം. അതെ, ക്രൂസോയ്ക്ക് ശേഷം അദ്ദേഹം സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയാണല്ലോ എഴുതിയത്. മോൾ ഫ്ലാൻഡേഴ്സ്, റൊക്സാന തുടങ്ങിയ നോവലുകൾ. അതൊരു അത്ഭുതമാണ്. അതും വളരെ ശക്തരായ, സമൂഹത്തിന്റെ നിയമങ്ങൾക്കെതിരെ പോരാടുന്ന, അതിജീവിക്കുന്ന സ്ത്രീകളെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയത്. മോൾ ഫ്ലാൻഡേഴ്സ് എന്ന നോവലിലെ നായിക ഒരു മോഷ്ടാവും വേശ്യയുമൊക്കെയാണ്. അതെ, റോക്സാനയിലെ നായികയും സമൂഹത്തിന്റെ സദാചാര നിയമങ്ങൾക്ക് പുറത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ക്രൂസോയെപ്പോലെ തന്നെ അവരും ഓരോ തരത്തിലുള്ള അതിജീവനത്തിന്റെ കഥകളാണ് പറയുന്നത്. ശരിയാണ്. അവരുടെ ദ്വീപ് അന്നത്തെ പുരുഷാധിപത്യ സമൂഹം തന്നെയായിരുന്നു. വളരെ ശരിയായൊരു നിരീക്ഷണമാണത്. ഒരുപക്ഷേ നിയമത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ജീവിച്ച സ്വന്തം ജീവിതത്തിന്റെ പ്രതിഫലനം ആ സ്ത്രീ കഥാപാത്രങ്ങളിലും അദ്ദേഹം കണ്ടിട്ടുണ്ടാവാം. ഒരു ഔട്ട്സൈഡറുടെ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. അതെ. പക്ഷേ ഇത്രയൊക്കെ എഴുതിയിട്ടും ഇത്രയധികം വിജയം നേടിയിട്ടും ഡിഫോക്ക് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഒരു വലിയ സാഹിത്യകാരൻ എന്ന നിലയിലുള്ള അംഗീകാരം കിട്ടിയില്ല എന്നത് വിചിത്രമായി തോന്നുന്നു. ശരിയാണ്. അതിന് പ്രധാന കാരണം അന്നത്തെ സാഹിത്യ ലോകം അദ്ദേഹത്തിനെ ഒരു ഗൗരവമുള്ള കലാകാരനായി കണ്ടില്ല എന്നതാണ്. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ എഴുതുന്ന ഒരാൾ അത്രയുള്ളൂ എന്നാണോ? ഒരുതരം ഹാക്കൈക്കറായിട്ടായി പണലും അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹത്തിന്റെ എഴുത്ത് യാഥാർത്ഥ്യത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അതിലൊരു കലാമൂല്യമില്ലെന്ന് അക്കാലത്തെ പണ്ഡിതന്മാർ കരുതി. കല എന്നത് ജീവിതത്തിൽ നിന്ന് അല്പം ഉയർന്ന ഒന്നായിരിക്കണമെന്നായിരുന്നു അവരുടെ ധാരണ. അതെ. ജീവിതത്തിന്റെ അവസാന കാലത്തും അദ്ദേഹം കടക്കാരിൽ നിന്ന് ഒളിച്ചോടിയാണ് ജീവിച്ചതെന്നും 1731 അങ്ങനെ ഒളിവിൽ കഴിയുമ്പോഴാണ് മരിച്ചതെന്നും കേൾക്കുമ്പോൾ ഒരു സങ്കടം തോന്നും. അതെ, ജീവിതം മുഴുവൻ അദ്ദേഹത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ വേട്ടയാടിയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ സംഭാവന പിൽക്കാലമാണ് ലോകം തിരിച്ചറിഞ്ഞത്. അതെന്തായിരുന്നു? പത്രവാർത്തകൾ, കുറ്റവാളികളുടെ ജീവചരിത്രങ്ങൾ, യാത്രാവിവരണങ്ങൾ എന്നിങ്ങനെ സാധാരണക്കാരുടെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നൊരു പുതിയ ഗദ്യരൂപം അദ്ദേഹം സൃഷ്ടിച്ചു. സാധാരണ മനുഷ്യരുടെ കഥകൾക്കും സാഹിത്യത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു. അതെ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇംഗ്ലീഷ് നോവലിന്റെ പിതാവ് എന്ന് പിൽക്കാലത്ത് വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഒരു പുതിയ വഴി തുറക്കുകയായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡാനിയൽ ഡിഫോയുടെ ജീവിതം തന്നെ ഒരു റോബിൻസണേഡായിരുന്നു. ശരിയാണ്. ഓരോ പ്രതിസന്ധിയിലും അദ്ദേഹം സ്വയം പുനർനിർമ്മിച്ചു. ഒരു വ്യാപാരിയായി തുടങ്ങി, രാഷ്ട്രീയ ലേഖകനായി, തടവുകാരനായി, പിന്നെ സർക്കാരിന്റെ രഹസ്യചാരനായി, ഒടുവിൽ ലോകം മുഴുവൻ അറിയുന്ന ഒരു നോവലിസ്റ്റായി. ആ യാത്ര അതിശയകരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ റോബിൻസൺ ക്രൂസോ എന്നത് ഒരു കുട്ടികളുടെ സാഹസിക കഥ മാത്രമല്ല. അല്ല, അത് ഒറ്റപ്പെടൽ, വിശ്വാസം, പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മനുഷ്യന്റെ കഴിവ്, പിന്നെ ശൂന്യമായ ഒരിടത്ത് ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹത്തെക്കുറിച്ചുമുള്ള കഥയാണ്. ആഴത്തിൽ ചിന്തിച്ചാൽ അത് ഡിഫോയുടെ തന്നെ ജീവിതത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. അതെ, ഓരോ തവണ തകർന്നടിയുമ്പോഴും കയ്യിലുള്ളതുകൊണ്ട് ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുത്ത ഒരാളുടെ കഥ. 300 വർഷങ്ങൾക്ക് ശേഷവും ഒരുപക്ഷെ എന്നത്തേക്കാളും പ്രസക്തമായ ഒരു കഥ. അതെ, അതിന്റെ രചയിതാവിന്റെ ജീവിതം പോലെ തന്നെ സങ്കീർണവും ആഴവുമുള്ളൊരു കഥ. ഓരോ തലമുറയും അതിൽ പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തുന്നു. അതാണ് ക്ലാസിക്കുകളുടെ മഹത്വം. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചോദ്യം. പരസ്പരം ഇത്രയധികം ബന്ധങ്ങളുള്ള, വിവരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും പൂർണ്ണമായും ഒറ്റപ്പെട്ടാൽ, അത് ഭൗതികമായൊരു ദ്വീപിലാകാം, അല്ലെങ്കിൽ മാനസികമായ ഒരു ഏകാന്തതയിലാകാം, നിങ്ങൾ എന്ത് കെട്ടിപ്പടുക്കും? നല്ല ചോദ്യമാണ്. നമ്മുടെ നാഗരികത എന്ന് പറയുന്നതിൽ ഏതൊക്കെ ഘടകങ്ങളാണ് നിങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ടിവരുന്നത്? ഏതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.